ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കായ ബജി അല്ലെങ്കിൽ വാഴക്ക ബജിയാണ്. അതിന് വേണ്ട ബാറ്റർ നമുക്ക് ഫസ്റ്റ് തയ്യാറാക്കാം. ഇത് കടലമാവ്, കടലപ്പൊടി, അതിന് കടലമാവ് എന്ന് പറയാം, പിന്നെ അരിപ്പൊടി, പിന്നെ കായപ്പൊടി, പച്ചമുളക്, സവാള, മല്ലിച്ചപ്പ് എന്നിവ ചെറുതായി അരിഞ്ഞത്, വേപ്പിലയും അരിയാം. അങ്ങനെ കൂട്ടി ഒരു ബാറ്റർ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും നമുക്കിതിലേക്ക് ഇടാം. പിന്നെ നമ്മളെ കായ, ഇത് നമ്മളെ നാട്ടിലിതിന് പൊണ്ണൻ കായ എന്ന് പറയും. നല്ല സോഫ്റ്റാണ്, ബജിക്ക് പറ്റിയ ഒരു കായയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മളത് ഒരു പ്രത്യേക രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്കാണ് സ്ലൈസ് ചെയ്യേണ്ടത്. നല്ല തിന്നായി സ്ലൈസ് ചെയ്താൽ നല്ല സോഫ്റ്റായി കിട്ടും. അങ്ങനെ ഇത് നമുക്ക് ബാറ്ററിലേക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നമ്മൾ പിന്നെ എല്ലാ ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്യുമല്ലോ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് ബാറ്ററിൽ. എന്നിട്ട് നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായി ഇങ്ങനെ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ചൂടോടെ, നല്ല ക്രിസ്പിയായി കഴിക്കാൻ. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ടേസ്റ്റി സോസും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചമ്മന്തി എന്നും പറയാം. സവാള, തക്കാളി, ഗ്രീൻ ചില്ലി 1, പിന്നെ 2 വറ്റൽ മുളക്, സുർക്ക, ഉപ്പ് എന്നിവ ഒരു മിക്സി ജാറിൽ അടിച്ച് നമുക്കൊരു സോസ് സെറ്റ് ചെയ്യാം. സോസ് അല്ലെങ്കിൽ ചമ്മന്തി എന്ന് പറയാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കായ ബജി ഈ ചമ്മന്തിയിൽ കൂട്ടി കഴിക്കാൻ.